അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മരിച്ചാലും വേർപിരിയാത്ത ഇണകൾ എന്ന ഐതിഹാസികമായ ചരിത്രകഥയിലേക്ക് സ്വാഗതം. പരിശുദ്ധ തിരു സഹബോരിൽ ത്വാഹ ഒത്തൊരു കിസ്സ മൊഴിയാനായി മനസ്സതിൽ അണഞ്ഞുള്ള കേദം വിട്ട് ഫർഹാലെ മനം കുളിരാനായി മുൻകാലത്തിൽ ഭവിത്തൊരു ചരിതം കൂറിടുയൻ സഹബത്തോരെ കേട്ടാൽ മനസ്സകമിൽ നിറഞ്ഞുള്ള ദുഃഖം വിട്ടകന്നീടാനെ വിണ്ടിടുന്നേരം സദസ്സിൽ നിന്നും ഒരുവൻ നിണ്ട് ബിരുത്താനെ മൊളിന്താനേ. പരിശുദ്ധ തിരു സഹബോരിൽ ത്വാഹ ഒത്തൊരു കിസ്സ മൊഴിയാനായി മനസ്സതിലണഞ്ഞുള്ള കേദം വിട്ട് ഫർഹാലെ മനം കുളിരാനായി. അത് മറ്റൊന്നുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച രണ്ട് സംഭവമുണ്ടായി. അത് ഒന്ന് മഹദിയായിരിക്കുന്ന, തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന എല്ലാമായിരുന്ന മഹദി ഖദീജത്തുൽ കുബ്ര ബീവി റളിയല്ലാഹു തആല അൻഹായുടെ വേർപാടായിരുന്നു. ഖദീജ ബീവിയുടെ വേർപാട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. അതേ മാസത്തിൽ അതേ വർഷത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അള്ളാൻ്റെ ഹബീബ് ത്വഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയില്ലാത്ത വിഷമം അറിയാതെ താലോലിച്ച് പരിപാലിച്ചിരുന്ന തൻ്റെ മൂത്താപ്പ അബൂ താലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിഷമത്തോടുകൂടെ ആ വർഷത്തിന് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിൽ തന്നെയായിരുന്നു ആ വർഷം അറിയപ്പെട്ടത്. ഈ സമയം അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാൻ്റെ റസൂൽ സഹാബത്തിൻ്റെ കൂട്ടത്തിലേക്ക് നോക്കി. അള്ളാൻ്റെ റസൂൽ വല്ലാതെ ടെൻഷനായിരിക്കുമ്പോൾ ചില സഹാബികൾ ചോദിച്ചു, നബിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ ദുഃഖിക്കുന്നത്? എൻ്റെ ഖദീജയോടുള്ള വേർപാടിലാണ് സഹാബ. ആ സമയം അള്ളാൻ്റെ റസൂൽ സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഈ വിഷമവും ദുഃഖമൊക്കെ പമ്പ കടക്കാനുള്ള ഒരു കഥ, ഒരു ചരിത്രം ആരാണ് പറഞ്ഞു തരിക നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് കേട്ടുകൊണ്ട് അതാ കൂട്ടത്തിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരുടെ നയനങ്ങളും കണ്ണുകളും ആ മനുഷ്യരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ആരായിരുന്നത്? മറ്റാരുമല്ല, മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവാണ് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കഥ പറയാൻ പോവുകയാണ്. നബിയെ, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയുണ്ട്. ആ കഥ കേട്ടാൽ അങ്ങയുടെ വിഷമവും ദുഃഖവും പമ്പ കടക്കും, തീർച്ചയാണ്. ആ കഥ ഞാൻ പറയാം. ആ സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവേശം കൊണ്ട് അള്ളാൻ്റെ റസൂൽ ഉമറിനോട് പറഞ്ഞു, ഉമറേ, വേഗം പറയൂ ആ കഥ. ആ കഥ കഥ കേൾക്കാൻ എൻ്റെ മനസ്സ് വെമ്പുന്നു. ഉടനെ തന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അന്ന് പറഞ്ഞ ആ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ വിരിക്കുന്നത്. ഓതു കഥ വേഗം ഉമറേ ഒന്ന് കേട്ട് കുളിരട്ടെ മനം മാതൊന്ന്. ഉമറും നബിയോരിൽ വിരുത്തിടുന്നേ കഥ നേരിൽ പറഞ്ഞിടുന്നേ. ഉലകം വിറപ്പിച്ചു നടന്നൊരു നാൾ സമ്പത്താതും തട്ടി പറിച്ചിടും ഞാൻ. വമ്പും ഇളക്കി ഞാൻ കഴിഞ്ഞിടുന്നേ. പലരും ആദിനാലെ
വിറച്ചിടുന്നേ. ഉമറെ, ആ കഥ വേഗം പറയൂ. കഥ കേൾക്കാനുള്ള നബിയുടെ ആവേശം കണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കഥ വിവരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ അന്ന് പറഞ്ഞ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. നബിയെ, ഞാനൊരു കാലത്ത് ഈ മക്ക മുഴുവൻ കിട്ടിക്കിട്ടാ വിറപ്പിച്ചുകൊണ്ട് മുടിച്ചൂടാ മന്നനായി മക്കയിൽ ആ കാട്ടിൽ ഞാൻ കഴിച്ചുകൂട്ടുമായിരുന്നു. അതുവഴി ആര് വന്നാലും അവരുടെ സമ്പത്ത് ഞാൻ കവർന്നെടുക്കും. ആരെങ്കിലും എന്നോട് എതിർക്കാൻ തിരിഞ്ഞാൽ ഞാൻ അവരെ വകവരുത്തും എന്ന് മാത്രമല്ല, അവരുടെ സമ്പത്ത് ഞാൻ കവർന്നെടുത്തുകൊണ്ട് ഞാൻ മുടിച്ചൂടാ മന്നനായി ആ കാട്ടിൽ വസിക്കുന്ന കാലത്ത് ആ കാടിന് തന്നെ ഒരു പേര് വന്നു. ഉമർക്കാട് എന്നുള്ള പേരായിരുന്നു ആ കാടിന് വന്നത്. അങ്ങനെ ഞാൻ ആ കാട്ടിൽ വസിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാമം ആരും എൻ്റെ മുഖത്തേക്ക് നോക്കി വിളിക്കുകയില്ല. ഇനി വിളിച്ചാൽ അവൻ്റെ റഅസ്, അവൻ്റെ ശരീരം ഉടലിലുണ്ടാകുകയില്ല. അങ്ങനെ വളരെ ബില്ലാളിയായി ഞാൻ ആ കാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാമം ഒരുത്തരും വിളിക്കുകയില്ല, വിളിച്ചാൽ റഅസത് ഉടലിലില്ല, വമ്പാൽ അവനെ ഞാൻ ഖത്ൽ ചെയ്തിടും, കുരത്തെ അടങ്കലും നശിപ്പിച്ചിടും. എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ പേര് വിളിക്കാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അഥവാ വിളിച്ചാൽ അവൻ്റെ ഉടലിൽ തല കാണുകയില്ല. ആരെങ്കിലും എന്നെ എതിർക്കാൻ തിരിഞ്ഞാൽ അവരെ ഞാൻ വകവരുത്തും. ഉപദ്രവം കാരണം പലരും ആ വഴി തന്നെ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മാത്രമല്ല, കാടിന് ഉമർക്കാട് എന്ന പേര് ലഭിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ ഞാൻ ആ കാട്ടിൽ കഴിഞ്ഞുകൂടുന്ന കാലം ഈ വിധം മഹവമ്പും നടിച്ചന ഇരിക്കുമ്പോൾ ഒരു ദിനം അവിടമിൽ കോടയെ എത്തി ഒരുത്തനപ്പോൾ ഇടിമിന്നും വിധം തൻ്റെ പരിയെ തെളിച്ചവൻ ഭയം ഒട്ടും ഫലിക്കാതെ ധീരതയോടെടുത്തുവാരുന്നു വീരൻ. ഞാൻ ആ കാട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം. അതടുത്തു വരികയാണ്. ഒരു നല്ല ഇര മുന്നിൽ വാടിച്ച് വന്ന് ചാടിയതിലുള്ള സന്തോഷത്തോടുകൂടെ ഞാൻ എൻ്റെ ആ ഉറയിൽ നിന്നും കിട്ടികം വലിച്ചൂരി. മാത്രമല്ല, ഒന്ന് ഞെളിഞ്ഞിരുന്നു. കാരണം നല്ല ഒരു ഇരയാണ് എൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതാ ഉറയിൽ നിന്നും വാൾ വലിച്ചുരിക്കൊണ്ട് തൻ്റെ ഇരയെ പിടികൂടാനുള്ള ആ ധൈര്യത്തിൽ തൻ്റെ ആ ഇരയെ പിടികൂടാൻ വേണ്ടി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്ന് ഞെളിഞ്ഞിരുന്നു. ഈ സമയം അനവധി മോഹം മനസ്സിൽ തെളിഞ്ഞ് തട്ടിപ്പറിച്ചിടാനുള്ളംവിടഞ്ഞ് അരികിലെത്തും വേള കാത്ത് ഞാൻ നിന്ന് കാറ്റിൻ വേഗതയിൽ വമ്പൻ പറന്ന് കാണാത്ത മട്ടിൽ അവൻ ആ കുതിച്ച് എൻ മുന്നിലൂടെ പാരിയെ തെളിച്ച്. ഒരുപാട് പ്രതീക്ഷകളുമായി ഊരിപ്പിടിച്ച വാളുമായി ഞാൻ കാത്തിരിക്കെ പ്രതീക്ഷകളെല്ലാം മറികടന്നുകൊണ്ട് ആ കുതിരപ്പടയാളെ തന്നെ കണ്ടില്ലെങ്കിലും കണ്ട ഭാവം നടിക്കാതെ ശക്തമായി തൻ്റെ കുതിരയെ പായിച്ച് അതിവേഗത്തിൽ കുതിക്കുകയാണ്. എന്ത് തന്നെ കണ്ടിട്ടും അവന് കൂസലില്ലെന്നോ ഉമർ ആരാണെന്ന് അവനിക്കറിയില്ലായിരിക്കാം. ഏതായാലും തന്നെ പരാജയപ്പെടുത്തിയ വില്ലാളിയെ ഒന്ന് പരിചയപ്പെടാതിരിക്കുന്നത് മോശമാണെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ രണ്ട് കൈയും കൂട്ടിയടിക്കുകയാണ് ഈ സമയം.